ചേച്ചി 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 ചേച്ചിയാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനിയൻസി. അപ്പൊ ഇന്നൊരു ചെറിയൊരു ഇൻസ്പിറേഷണൽ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ നല്ല ട്രൂലി ഇൻസ്പിറേഷണലാണ്. ശരിക്കും നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോകുന്ന ഒരു ടൈപ്പ് കഥ തന്നെയാണ്. ഈ കഥ വേറെ ആരുടെ അല്ല, നമ്മുടെ സൽമ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുടെ കഥയാണ്. ഭയങ്കര ഇൻസ്പിറേഷണൽ ആണ് ആ കൊച്ചിന്റെ കഥ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് സ്മോൾ ഇൻഡസ്റ്റൈൻ ഇല്ല, ലാർജ് ഇൻഡസ്റ്റൈൻ ഇല്ല, പാൻക്രിയാസ് ഇല്ല, സ്റ്റൊമക്ക് ഇല്ല, ലിവർ ഇല്ല, ഇതൊന്നും ഇല്ലാണ്ട് ആള് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എന്താ പറയുക, ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിട്ട് ആള് ഇപ്പോഴും ലോകത്തിന് മാറിക്കൊണ്ടിരിക്കുകയാണ് ആള്. അപ്പൊ ഇത് കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സൽമയ്ക്ക് 5 വയസ്സുള്ളപ്പോ ആളുടെ അമ്മയുടെ കൂടെ വെക്കേഷന് പോയിരിക്കായിരുന്നു. അപ്പൊ അവിടെ ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ടായിരുന്നു, ഈ ബേബീസിനൊക്കെ കുളിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ നീ പോണ്ടാന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും സൽമയ്ക്ക് ഇങ്ങനെ സ്വിമ്മിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സൽമ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് അമ്മ ഞാൻ പോയിട്ട് വരാന്നുള്ള രീതിയിൽ. ആദ്യത്തെ വട്ടം പോയി വന്നു, രണ്ടാമത്തെ വട്ടം പോയി വന്നു, മൂന്നാമത്തെ വട്ടമാണ് അവളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ട്രാജഡി സംഭവിക്കണേ. സ്വിമ്മിംഗ് പൂളിന്റെ സെക്ഷൻ വാൽവിന്റെ അവിടെ നമ്മുടെ സൽമ കുടുങ്ങാണ് ചെയ്യണേ. എന്നിട്ട് പറഞ്ഞ പിന്നീട് അവിടെ നടന്നത് ഭയങ്കര നാടകീയ രംഗങ്ങളൊക്കെ തന്നെയായിരുന്നു. എല്ലാവരും ആകെ പേടിച്ചു. അവിടെ ഉള്ളവർ കോളിട്ട് ബഹളം വെച്ചു. സ്വിമ്മിംഗ് ആണ് ഹെൽപ്പ് ഗാർഡ്സ് വന്നു. എന്നിട്ട് ഈ സൽമാനെ മറ്റേ സെക്ഷൻ വാൽവിൽ നിന്ന് വലിച്ചെടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അവളെ കൊണ്ടുപോണ സമയത്ത് അവളുടെ മേത്തൊന്ന് നിറച്ച് ബാഗ് പോലെ കുറെ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അമ്മ വിചാരിച്ചത് ഇത് അവളുടെ ബേബി സ്യൂട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്ന. പക്ഷെ ഡോക്ടേഴ്സ് ആണ് പറഞ്ഞത് അത് അവളുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ ആയിരുന്നു എന്ന്. ശരിക്കും ആ സമയത്ത് ആകെ അമ്മ ഞെട്ടി വേറൊരു ലോകത്തിലേക്ക് പോയി അമ്മ. കാരണം സ്മോൾ ഇൻഡസ്റ്റൈൻ ഒക്കെ ഇങ്ങനെ ലൈവായിട്ട് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആക്സിഡന്റിന്റെ ആ ഒരു ഡെപ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത്രയ്ക്ക് ഉണ്ടാവും ആ ആക്സിഡന്റിന്റെ. നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാലോ, നമ്മളെ സ്മോൾ ഇൻഡസ്റ്റൈൻ ഒക്കെ പുറത്ത് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഹൊറിബിൾ ആയിരിക്കണം കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ സൽമ ഒരു കോമ കണ്ടീഷനിലേക്ക് പോവാണ് ചെയ്തത്. ഒരു വീക്കിന്റെ അടുത്തങ്ങാണ്ട്. അത് കഴിഞ്ഞിട്ട് ആള് പിന്നീട് കോമ സ്റ്റേജിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഒരു ട്രാൻസ്പ്ലാന്റേഷൻ എന്തായാലും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ നാളുകളിൽ കാത്തിരുന്നിട്ട് ശേഷമാണ് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കിട്ടുന്നത് ആൾക്ക്. അങ്ങനെ ആദ്യത്തെ സ്മോൾ ഇൻഡസ്റ്റൈൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ട്രാജഡി ലൈഫിലേക്ക് കയറി വരുന്നത്. ഇത് റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 ടൈം 2 ടൈം 3 ടൈം അങ്ങനെ ഭയങ്കരമായിട്ട് റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുടെ ബോഡി ഈ സ്മോൾ ഇൻഡസ്റ്റൈൻ, പുതിയ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സ്മോൾ ഇൻഡസ്റ്റൈൻ. പക്ഷെ ഇവര് ഓപ്പറേറ്റ് ചെയ്തും ഇത് നോക്കണേക്കാളും മുമ്പേ തന്നെ വേറൊരു ട്രാജഡി വരാണ്. ഈ റിജക്ട് ചെയ്ത സംഭവങ്ങൾ ആളുടെ അടുത്തുപുറത്തുള്ള എല്ലാ അവയവങ്ങളിലേക്കും ബാധിച്ചു. അപ്പൊ ആളുടെ നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനും ലിവറും പാൻക്രിയസും എല്ലാം അറ്റ് എ ടൈം അടിച്ചു പോവാണ് ചെയ്യണത്. കംപ്ലീറ്റ് ലൈഫ് ആകെ ലൈക്ക് ഒരു മിസറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് വരാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു സ്ഥിതി, അധികം ജീവിച്ചിരിക്കില്ല, ഇനി പറ്റില്ല, ഇനി ഇവിടെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് പറഞ്ഞു. ഇനി അവള് ജീവിക്കണമെങ്കിൽ ഒരു പുതിയൊരു ട്രാൻസ്പ്ലാന്റേഷൻ ആയിട്ടുള്ള ഒരു പുതിയൊരു ട്രാൻസ്പ്ലാന്റ് സർജറി വേണ്ടി വരും, അല്ലാണ്ട് ഇനി ഇവള് ജീവിക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്വാലോ ചെയ്ത് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണല്ലോ. പക്ഷെ സൽമയ്ക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. TP എന്ന് പറഞ്ഞിട്ട് ഒരു ലിക്വിഡാണ്, ഒരു ഫ്ലൂയിഡ് ടൈപ്പുള്ള ഒരു സംഭവമാണ്. അത് ഇൻടേക്ക് ചെയ്താൽ മതി. അപ്പൊ ബേസിക്കലി ആൾക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് ഇങ്ങനെ എന്താ പറയാ, നമ്മളെ പോലെ ഭക്ഷണം 3 നേരം ഉണ്ണേണ്ട കാര്യമൊന്നുമില്ല. ഈ ഫ്ലൂയിഡിലാണ് ആൾ ജീവിക്കണത്. 24 hours അവളുടെ മേത്ത് ഈ TPN കൊണ്ടിറക്കേണ്ടി വരും. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. അതുകൊണ്ട് ഇത് ബാഗിലിട്ടിട്ടാണ് കൊണ്ടിറക്കണത്. 24 hours അവൾക്ക് അത് വേണം. അങ്ങനെ എന്താ പറയാ, ഈ TPN കൊണ്ട് ജീവിക്കുകയാണ് നമ്മുടെ സൽമ. എന്നിട്ടും അവള് ലോകത്തിന് മുഴുവൻ ഇൻസ്പിറേഷൻ ആണ്. ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സ്ലേവ് വിത്ത് സൽമ എന്ന് പറയുന്നത്. ആളൊരു ബ്യൂട്ടി വ്ളോഗർ പോലെയാണ്. ആൾക്ക് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിച്ചിട്ട് എന്താ പറയാ ചവച്ചരച്ചൊക്കെ കഴിച്ചിട്ട് വർഷങ്ങളായ ആള്. പക്ഷെ എന്തിനാൾ ആൾ വിശക്കുന്നുണ്ട്. ആൾ പറയണം അതൊരു ബ്രെയിൻ തിങ് ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് മണടിച്ചിട്ടുള്ള എന്താണെന്ന് അറിയില്ല, ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ എന്തോ ഒന്ന് കഴിച്ചു പോകുന്നു എന്നുള്ള രീതി. നമ്മളെ പോലെ എന്താ പറയാ ഇങ്ങനെ ആ സംഭവങ്ങൾ പ്രോസസ്സും നടക്കുന്നതും ആളുടെ ലൈഫിൽ അറിഞ്ഞിട്ടില്ല. ആ ഒരു ഇൻസിഡന്റിന് ശേഷം 5 വയസ്സിലാണ് ഈ ഇൻസിഡന്റ് സംഭവിക്കണേ. ഇപ്പൊ ആൾക്ക് 10-12 വയസ്സ് ഏകദേശം ആയിട്ടുണ്ട്. ആൾക്ക് ഇപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ആള് ട്രാൻസ്പ്ലാന്റ് സർജറി നടന്ന ഹോസ്പിറ്റലിൽ ഫ്രണ്ട്സ് ഒക്കെ ആയി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആളിപ്പോ കട്ട ഇൻസ്പിറേഷൻ ആണ്. ലോകം മുഴുവൻ ആളുടെ ബ്യൂട്ടിയും അതുപോലെ തന്നെ ആളുടെ സ്റ്റോറിയും ഷെയർ ചെയ്ത് എന്താ പറയാ മറ്റുള്ളവർക്ക് നല്ല ട്രൂലി ഇൻസ്പിറേഷണൽ ആവാം. അത് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ, നമ്മളിങ്ങനെ പിന്നെ ഒരിക്കലും ആ സ്വിമ്മിംഗ് പൂളിലേക്ക് തിരിഞ്ഞു നോക്കത്ത് പോലും ഇല്ല, അത് ഉറപ്പല്ലേ.
പക്ഷെ സൽമയുടെ അമ്മ ഇങ്ങനെയല്ലായിരുന്നു. സൽമ ഇപ്പോഴും സ്വിം ചെയ്യാൻ പോകുന്നുണ്ട്. ആളുടെ അമ്മയ്ക്ക് അങ്ങനെ എന്താ പറയാ, എന്റെ മോളൊരു മിറാക്കിളാണ്. എന്റെ മോളൊരു എന്താ പറയാ, എന്റെ ലോകത്തിന് മുഴുവൻ ട്രൂലി ഇൻസ്പിറേഷൻ ആവുന്ന ഒരു ചൈൽഡാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവളെ ഇങ്ങനെ പിടിച്ചു നിർത്തിയില്ല. അവളുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ സൽമയുടെ അമ്മ ഇതുപോലൊരു അമ്മേനെ കിട്ടിയതിന് സൽമയ്ക്ക് ഹാൻഡ്സ് ഓഫ് കൊടുക്കേണ്ടത്. എന്താ പറയാ, ഇത്രയ്ക്കും കട്ട സപ്പോർട്ടാണ് അമ്മ എല്ലാത്തിനും അവളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവൾക്ക് എന്ത് വേണം എന്നുള്ള രീതി അത് പറഞ്ഞാൽ മതി, അമ്മ ചെയ്തു കൊടുക്കും. പക്ഷെ എന്താ പറയാ, ചില ലിമിറ്റ് ഒക്കെ വയ്ക്കും. പക്ഷെ എന്നിരുന്നാലും ആദ്യം മോളുടെ ലൈഫിനെ തുറച്ചത് സ്വിമ്മിംഗ് പൂൾ, അതിലേക്ക് പിന്നെ വീണ്ടും പറഞ്ഞയക്കാന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര എന്തോ വലിയ അത്ഭുതമായി തോന്നി. ഇവിടെയൊക്കെയാണെങ്കിൽ എന്തായാലും പറഞ്ഞയക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ ഈ സൽമ നമ്മുടെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നമുക്ക് കാണാം. എന്നിട്ട് I'm basically in pain 24/7. I had an accident happen at a swimming pool. It was so traumatic. My mom actually thought it was like my bathing suit or something. There was a doctor there and he's like, those are intestines. It was horrible. She's amazing girl in the whole world. Salma, she's fighter. She's a miracle. Nutrition I get is my TPN, so I don't technically need to eat. TPN is total parenteral nutrition. It is a bag full of fluids. It has all the nutrition you need to survive, basically. But yet somehow I get the sensation that I'm hungry. Maybe it's a brain thing, maybe it's a mind thing, I have no idea. So I still get the taste of the food. Honestly, I don't even remember what it's like to swallow the food. The restaurant for Even midnight? I mean, it would be awesome to, swallow the food again. Someone take your phone. I can't really do much whenever I'm hooked up because I have to carry it around in a backpack. Especially when it's first hooked up, it's so heavy. I need to stay hooked up to the TPN for 20 hours a day. I stand up and ran to her. I found someone carry her, and all her intestine came out from her body. I couldn't believe this is intestine. I thought at the beginning, it's her swimming suit. Okay, I'm in. Oh, it's so cool. Oh, it's not. They said that I have about 2 weeks to live if I don't get this transplant. And they told us that Pittsburgh is the best place to go. For 18 months, and then I did receive my small intestinal transplant. After 2 weeks of me receiving my transplant, I had my first rejection. After another month or so, another one. I had a total of about 5 or 6 rejections, and it was so bad that they opened me up to remove that one organ, which was... They removed my transplant. They said that we couldn't have another one. Last time was just 1 organ. This is 5 organs. They also need money for admissions, money for complications, for home care, pre-op, evaluation. They need the money for everything. Here, everything's cost. Everything's cost. Every admission, every visit, every clinic, every labs. Only her labs $1,000 per every week. She still smile. She's still fighter. She's still challenged with this her situation. She's doing very, very. When she saw her, she get hope. She said, I wish I can get another one and I live normal. And I said, just pray. We keep praying. I love doing my eyes, like eyeshadow. I barely do neutral looks. I always do crazy bold colors, which I love that. I have a makeup page that I do lives on, and I just like to go and do my makeup for fun. That's what I love to do for fun. I'm trying to help her. I'm trying to help
anything മാത്രം നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയി എന്നുള്ളത് കമന്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ബൈ മൈ സെൽഫി.